ഒരാവശ്യമില്ലെങ്കിലും എന്തെങ്കിലും നല്ല കാര്യമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വരുന്ന ഇങ്ങനെയുള്ള കുരുക്കൾ നിങ്ങൾക്ക് വരാറുണ്ടോ? അതിനിടയ്ക്ക് കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് കൊണ്ടുവന്ന് നെയിൽ പോളിഷ് പുരട്ടാനൊന്നും മറന്നു പോയിരിക്കണം. ഇനിയിപ്പോ എന്തായാലും അത് നോക്കി നിൽക്കാനൊന്നും സമയമില്ല. പരിപാടിക്ക് പോകാനായിട്ട് പെട്ടെന്ന് റെഡി ആവണം. ഈ ഡ്രസ്സിന് ചേരുന്ന 2 ചെരുപ്പുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കൂടുതൽ ചേരുന്നതെന്ന് ഇത് കഴിയുമ്പോൾ ഇട്ട് നോക്കണം. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മോയ്സ്ചറൈസറിൽ സ്റ്റാർട്ട് ചെയ്തതും കറണ്ട് പോയി. പോകുന്ന പോക്ക് കണ്ട എനിക്ക് ഭയങ്കര ധൈര്യമാണെന്ന് തോന്നുന്നെങ്കിൽ അറിയാത്ത സ്ഥലമല്ലേ, എങ്ങാനും വല്ല പ്രേതം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ കല്യാൺ ചേച്ചിയുടെ റൂമിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് പേടിയാണ്. കാരണം ഓൾറെഡി ഹോട്ടലിലുള്ള പ്രേതകഥകളൊക്കെ ഇങ്ങനെ ചിലർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് അത് സത്യമാണോ എന്നറിയില്ല. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും പോയാലും ഞാൻ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ കുരിശുകൊണ്ടാണ് കേട്ടോ പോണത്. എന്നിട്ട് കിടക്കുന്ന സമയത്ത് അത് അടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. ഈ കുരുവിനാണെങ്കിലും നല്ല നീരുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ എന്റെ മൂക്കിന്റെ ഷേപ്പ് ഒക്കെ മാറിയിരിക്കുന്ന പോലെയാണുള്ളത്. എന്തായാലും ഇത് നന്നായിട്ട് തെറിച്ച് നിൽക്കുന്നുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു റെഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൺസീലർ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എനിക്ക് ചേരുമോ എന്നുള്ളത് കൺഫ്യൂഷൻ അടിച്ച് വാങ്ങിയതാണ്. ഇത് കൊണ്ട് ഇവിടെ ഇങ്ങനെ തുറന്നു വരുന്നത് അത് ഞാൻ കുറച്ചധികം ഷേപ്പ് ആക്കി പോയിട്ട് അപ്പോൾ ഒരു ടൈറ്റ്നെസ് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ തുറന്നു വരുന്ന പോലെ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി സ്മോൾ സൈസ് ആണ്. ഞാൻ കുറച്ചധികം ഒന്നുകൂടെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പരിപാടി പെട്ടെന്ന് എടുപിടിന്ന് വന്നതുകൊണ്ട് 2 ഡേയ്സിൽ ഡെലിവറി ഉള്ള ഡ്രസ്സുകൾ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാട്ടോ. സംഭവം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു മസ്കാര ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. സംഗതി പീലിയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ കണ്ണിന് ചുറ്റും സ്പ്രെഡ് ആവുന്നുണ്ട്. മൊത്തം ഒരു ഡാർക്ക് സർക്കിൾസ് വന്ന ഫീൽ ആയിരിക്കും കേട്ടോ. കമ്മൽ ഞാൻ വിചാരിച്ചു എപ്പോഴും ഹൂപ്പ് ടൈപ്പ് ഇടുന്നത് കൊണ്ട് ഇപ്രാവശ്യം ഒന്ന് നീളത്തിലുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഈ ലെങ്ത് ഉള്ളതാണ് ഇട്ടത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു. പിന്നെ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്നത് ഹെയർ സ്പ്രേ ആണ്. നമ്മളിങ്ങനെ അടുത്തൂടെ പോകുമ്പോഴേക്കും മുടിയിലൊക്കെ നല്ല മണം ഉണ്ടാവും. പിന്നെ അതുപോലെ എന്തെങ്കിലും ആവി അടഞ്ഞിരിക്കുന്ന മണം ഉണ്ടെങ്കിൽ അത് പോകും. എന്നെ കുറിച്ച് ആരോ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ തുമ്മി. ഇനിയിപ്പോൾ ഞാൻ ചെരുപ്പിട്ട് നോക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും വീട്ടിൽ വെച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് വന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം സ്നീക്കേഴ്സും ഒരെണ്ണം ഹീൽ ചെരുപ്പുമായിരുന്നു. എനിക്ക് സ്നീക്കേഴ്സ് ആട്ടോ കുറച്ച് ചേരുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ സ്നീക്കേഴ്സും ഈ ഒരു ബാഗും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവന്റിന്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റാ.